എല്ലാ പ്രേക്ഷകർക്കും UBL സ്റ്റാർ ഹബിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡാൻസർ, പ്രൊഡ്യൂസർ, ചോര കുടിക്കുവോ? ഞാനോ? ഇല്ല ഇല്ല, നമുക്ക് ഇന്റർവ്യൂ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പോൾ ഇപ്പൊ തൊട്ടപ്പോൾ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ ഇപ്പോഴും ആ സിനിമ കണ്ടതിന്റെ ആ ഒരു എഫക്റ്റിൽ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പോയി സിനിമ കണ്ടിരുന്നു. ഐ തോട്ട് ബെറ്റർ ഐ ഷുഡ് വാച്ച് ബിഫോർ കമ്മിങ് ഫോർ. I really appreciate that. സോ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടത് അതിന്റെ സൗണ്ട് ആൻഡ് മ്യൂസിക് ആൻഡ് എസ്പെഷ്യലി വെൻ യു വെർ ആ ഒരു ഊഞ്ഞാലിലൊക്കെ ആടുമ്പോ ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഇരുന്ന് ഇവൻ എന്റെ അടുത്തിരുന്ന പ്രേക്ഷകർ വരെ they were having those goosebumps, I can say. And it was amazing performance, Rima. So we'll start with a positive note. Yes, right? Of course. So ഭാർഗവി നിലയം എന്നുള്ള സിനിമയാണ്, നീല വെളിച്ചം എന്ന സിനിമയായിട്ട് ഇപ്പോൾ 1964 മൂവി 2023 വരുന്നു. അതെ, ഓക്കെ. നീല വെളിച്ചം എന്നുള്ള കഥ വായിച്ചിട്ടുണ്ടോ? കഥ വായിച്ചിട്ടുണ്ട്. പിന്നെ ഭാർഗവി നിലയം നമ്മളിപ്പോ സ്ക്രിപ്റ്റും when we were going through the process നമ്മൾ അതും വായിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെയും ഇതിൽ ഇപ്പൊ മേ ബി ഐ ഡോണ്ട് നോ if you were going to ask it, പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബഷീറിന്റെ വേറെ ഒരുപാട് വർക്ക്സിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്, എക്സെർപ്റ്റ്സ് എടുത്തിട്ടുണ്ട്. ആ ഒരു ക്രിയേറ്റീവ് ലൈസൻസ് നമ്മൾ ഇപ്പോൾ ശശികുമാറിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോകുന്നതും ഭാർഗവി എന്നുള്ള ഒരാളുടെ സ്വത്വം അന്വേഷിച്ച് പോകുമ്പോഴൊക്കെ നമ്മൾ ബഷീറിൻ്റെ തന്നെ പല ക്യാരക്ടേഴ്സിൻ്റെയും ഷെയ്ഡ്സ് നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ പാനർക്ക നിമിഷങ്ങൾ, അനുരാഗത്തിൻ്റെ ദിനങ്ങൾ, അങ്ങനെ തന്നെ ബഷീറിൻ്റെ വേറെ ഒരുപാട് വർക്ക്സ് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറീസിലേക്കും ഞങ്ങൾ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നല്ലൊരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇങ്ങനത്തെ പടമായതുകൊണ്ട് അല്ലെങ്കിൽ ഇടികൊള്ളുന്നുള്ളതുകൊണ്ട്. തീർച്ചയായിട്ടും 1964 ഇപ്പം നമ്മുടെ മധു സാറായിട്ടും അല്ലെങ്കിൽ വലിയ വലിയ നമ്മുടെ പറയുമ്പോൾ നമ്മുടെ ലെജൻഡ്സ് ആയിട്ടുള്ള ആൾക്കാർ അഭിനയിച്ചു വെച്ചിരിക്കുന്ന ഒരു പടം എടുക്കാൻ, നിങ്ങൾ ആ ഒരു ചാലഞ്ച് എടുക്കാൻ നിങ്ങൾക്കത് എപ്പോഴാണ് അതിന്റെ ഒരു തോട്ട് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത്? വെൻ യു ഗൈസ് ഡിസൈഡഡ് ഓക്കെ യെസ് വി ആർ ഗോയിങ് ടു ഡു ദിസ്? ഇത് ആക്ച്വലി നമ്മുടെ അടുത്ത് MT സാറും ജോൺ പോൾ സാറും കൂടെ ഇത് ഭാർഗവി നിലയം റീമേക്ക് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ഗാങ്സ്റ്റർ മൂവി ചെയ്യുന്ന സമയത്ത് ഹി ആക്ടഡ് ഇൻ ഇറ്റ്. ജോൺ സാർ ആദ്യം ആക്ട് ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ ആ സമയത്ത് ഹീ ഈസ് ദിസ് പേഴ്സൺ, ഹീ ഈസ് ദിസ് ഈ ഗ്രാൻഡ് ഫാദർ അങ്കിൾസ് ഉണ്ടാവില്ലേ, നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഹു ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റോറീസ് ടു സേ, എപ്പോഴും പറയും. അദ്ദേഹം ശരിക്കും അങ്ങനത്തെ ഒരു ഹി വാസ് ദ ടെഡി ബെയർ ശരിക്കും. അപ്പോൾ and he has so many years of experience in cinema. He's worked with so many legends and he's worked in so many films. So ഒരുപാട് കഥകളുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. ആ കഥകളുടെ കൂട്ടത്തിലാണ് ഇങ്ങനെ MT സാറും കൂടിയിട്ട് പണ്ടത്തെ ഈ ഭാർഗവി നിലയം റീമേക്ക് ചെയ്യാൻ. അതിൽ അതൊരു ഹൊറർ ഫിലിം എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇത് കുറച്ചും കൂടെ ആ റൈറ്ററിൻ്റെ പെയിനും ലോൺലിനെസ്സും അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ബ്രേക്കും അതിൽ നിന്ന് അദ്ദേഹം ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്പിരിറ്റിനെ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവുകയാണ്. ആ ലോൺലിനെസ് എന്നാണ് അദ്ദേഹം അങ്ങോട്ട് എത്തുന്നതെന്നുള്ളത്. ആ ഒരു റൊമാൻസും ലോൺലിനെസ്സും ഹാർട്ട് ബ്രേക്കിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇതിനെ റീലുക്ക് ചെയ്ത് വേറെ രീതിയിൽ ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന് ടേക്ക് ഓഫ് എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ പോയിന്റിൽ ആൻഡ് ഹീ സെഡ് ഇതിൻ്റെ റൈറ്റ്സ് ഇങ്ങനെ ഗുഡ് നൈറ്റ് മോഹൻഡയിലുണ്ട്. എനിക്ക് തോന്നുന്നു അന്നാണ് ആ ഒരു ഐഡിയ ആ സമയത്താണ് ഇത് വാസ് പ്ലാന്റഡ് ഇൻ ആഷിഖ്സ് മൈൻഡ്. ആൻഡ് ഓഫ് കോഴ്സ് ആസ് ഫിലിം ഇൻഡസ്ട്രി ആർട്ടിസ്റ്റ് ഭാർഗവി നിലയം ഇങ്ങനൊരു ഇറ്റ്സ് ദിസ് എന്താ പറയാ ഒരു അന്നത്തെ ഒരു ചേഞ്ച് മേക്കർ ആയിട്ട് വന്ന ഈവൻ ദ മ്യൂസിക് ടെക്നിക്കൽ സൈഡ് ഓഫ് ഇറ്റ്, ദ ഡയലോഗ്സ്, ദ ഫീലിംഗ്, ബഷീർ സ്ക്രിപ്റ്റ് ഭയങ്കര പരിപാടിയാണല്ലോ അത്. അതൊരു വലിയൊരു റിസ്ക് ടേക്കിംഗ് തന്നെയാണ് ചെയ്തത്. ഇപ്പൊ ലൈക്ക് യു സെഡ് ഇപ്പൊ ഗാങ്സ്റ്റർ മൂവിയുടെ സമയത്ത് ആഷിഖ് അബുവിന് അതൊരു തോട്ട് പ്രോസസ് ആയിട്ട് വന്നു. സോ ഐ ഗോട്ട് ഇപ്പൊ എനിക്ക് മനസ്സിലായത് ആഷിഖ് അബുവിനാണ് ആദ്യം ഇത് തോന്നിയതാണ്. യു വർ ദേർ ഇൻ ദാറ്റ് ടൈം ഡിസ്കഷന്റെ സമയത്ത്? ഗാങ്സ്റ്ററിന്റെ സമയത്ത് ഞാനുണ്ട്. ഓക്കെ, ബട്ട് ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഹിസ് വിഷ്. ഓക്കെ, അപ്പൊ അന്നത്തെ ആഷിഖിന്റെ മനസ്സിൽ ഭാർഗവി റീമ തന്നെ വരണം അന്ന് പ്ലാൻ ചെയ്താണോ? ദെൻ വാട്ട് വാസ് ഹൗ വാസ് ഇറ്റ്? ഉണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. എന്നുവെച്ചാൽ ഇത് വർക്ക് ചെയ്ത് വന്ന് ഇതിലത്തെ ഡാൻസ് ആൻഡ് മ്യൂസിക്, ആ ഡാൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്.
പിന്നെ ഈ ഒരു വിൻറ്റേജ് അങ്ങനത്തെ ഒരു ലുക്കും പരിപാടിയും അങ്ങനെ വന്ന ഒരുപാട് ശേഷമാണ് ഞാനൊക്കെ കാസ്റ്റിംഗിലേക്ക് വരുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ ഇതിന് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇതിന്റെ പെർസ്പെക്റ്റീവ് എന്തായിരിക്കും, ഹൗ വിൽ ഇറ്റ് ബി ഡിഫറെന്റ് ഫ്രം ദി ഓൾഡ് ഭാർഗവി നിലയം, വേറെ ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്, അത് ടെക്നോളജിക്കലി ഇപ്പൊ ഇന്നത്തെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വെച്ച് നമുക്ക് ഇതിലെ VFXും പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. മ്യൂസിക് സൗണ്ടിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. സോങ്സ് നമ്മൾ തൊട്ടിട്ടില്ല, ബാബുരാജ് മാസ്റ്റേഴ്സ് സെയിം കോമ്പോസിഷൻസ്, ബട്ട് ഐ തിങ്ക് വി റീപ്രൊഡ്യൂസ്ഡ് ഇറ്റ്. Reproduced it with today's Dolby Atmos mix ആണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഹിയറിംഗ് ഡൈനാമിക്സ് ഡിഫറൻസ് ഉണ്ട്. കാരണം തിയേറ്ററിനകത്തൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ നമുക്ക് ഫീൽ കിട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ദ സൗണ്ട് എവറിത്തിങ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് വിഷൻ മാത്രം പോരാ, നമ്മുടെ എല്ലാം കൂടെ കണക്റ്റഡ് ആവുമ്പോഴേ എല്ലാ സെൻസസും ഇൻവോൾവ് ആവണം എന്നുള്ള രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി. സോ യു ആർ സേയിങ് ദാറ്റ് ആഷിഖ് വളരെ സമയം കഴിഞ്ഞിട്ടാണ് റീമയിലേക്ക് കാസ്റ്റിംഗ് ഐ തിങ്ക് വാസ് വൺ ഓഫ് ദി ലാസ്റ്റ് തിങ്സ് ദേ ഡിഡ്. ഈ കഥ പറഞ്ഞപ്പോൾ റീമയ്ക്ക് തോന്നിയിരുന്നു എനിക്ക് തന്നെ ഭാർഗവി ആവണം, അതോ യു ഹാവ് anyone else in your mind since you were the producer too? At that point we didn't know we will be producing it. Oh, okay. ആ സമയത്ത് ഇത് ചെയ്യണം എന്നുള്ളത് മാത്രമായിരുന്നു പ്ലാൻ. അപ്പോൾ then when you know ഇതെനിക്ക് ഫസ്റ്റ് ടൈം എൻ്റെ ഇത് ഞാനാ ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് I was actually very scared. Really? Yeah. Why? Because I was very scared because you know ഇതൊരു 1960s ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും you know I'm known to be this very contemporary person, you know, modern, very bold character. I was about to ask that. I was going to like, you know, I was really scared as to how I'll portray someone, you know, from another era and how am I going. But then, you know, after a point ഞാൻ ഭയങ്കര excited ആയി. Because you know it's such a challenge, and I was sure that a lot of people were, you know, waiting to say that I can't do it. Really? Yeah, I'm sure. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ ഒരു സ്റ്റീരിയോടൈപ്പിൽ ഓൾറെഡി കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണല്ലോ. എനിക്കറിയാലോ ആ സ്റ്റീരിയോടൈപ്പ് ഉണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് വരുന്ന റൂൾസ് കണ്ടാൽ തന്നെ നമുക്കറിയാം ആളുകൾ നമ്മൾ ഒരു രീതിയിൽ മാത്രം കണ്ട് ശീലിച്ച് നിൽക്കുകയാണെന്ന്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് a lot of actors or artists don't get. A lot of people get stuck അല്ലേ, ഒരിക്കലും പിന്നെ അത് മാറ്റാൻ പറ്റാണ്ട് സ്റ്റക്ക് ആയി പോകും കുറേ ആർട്ടിസ്റ്റുകൾ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതെന്റെ വലിയ ഭാഗ്യമാണെന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത്. ദാറ്റ് യു നോ ഐ ഗെറ്റ് this chance to change everything, and it was tough, but it was very exciting as well. And also you know what happened, ആദ്യം ഞാൻ ഇതിങ്ങനെ വിചാരിച്ചല്ലോ ഭയങ്കര ഓക്കെ 1960s അപ്പോൾ ഭയങ്കര വേറെ. പക്ഷെ ഈ ബഷീറിയൻ ക്യാരക്ടേഴ്സ് ഞാനത് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഈ ബഷീറിയൻ ക്യാരക്ടേഴ്സിന് ഐ തിങ്ക് ഹിസ് ഹീറോയിൻസ് ഇൻ സ്പെസിഫിക് ആർ ടൈംലെസ്. Like I feel they are this very ഏത് സമയത്ത് അവരെ കൊണ്ടുവച്ചാലും they are relevant. അവരുടെ പെയിനും അവരുടെ ലവും അവരുടെ റിവെഞ്ചും എല്ലാം is timeless എന്ന് തോന്നി എനിക്ക്. When I was, you know, when I delved deeper and deeper into Bhargavi, that is what I felt. I am in love with that woman. Yeah. അപ്പോൾ ഇപ്പൊ അതിന്ന് എത്ര ദിവസം റിലീസ് കഴിഞ്ഞിട്ട് അതിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? ഇപ്പോഴും ഭാർഗവി ആയിട്ട് തന്നെയാണോ? എനിക്ക് ഇപ്പൊ കുറച്ചൊന്ന് because I have to get into my next character and I'm reading that script now. എനിക്ക് എന്റെ തന്നെ ഇതിന് വേണ്ടിയിട്ട് it's better I get out of it. അല്ലെങ്കിൽ ചെറിയ പക്ഷെ I'm sure I will carry a part of Bhargavi in me throughout my life. Sweet. എനിക്കൊന്ന് ഭാർഗവി നിലയം എന്നുള്ള സിനിമ നമ്മൾ കാണുമ്പോൾ ഹാവ് യു എവർ എക്സ്പീരിയൻസ്ഡ് ഇങ്ങനെ ഒരു പാരനോർമൽ എന്താ പറയുന്നത് അങ്ങനെ ഒരു പ്രേതം വരുന്ന ഒരു ഇതൊക്കെ അങ്ങനെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി എനിക്ക് ഫുൾ മൂണിനായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് പണ്ട് തൊട്ടേ തോന്നിയിട്ടുണ്ട്. ഐ എം നോട്ട് ഇവൻ കിഡിങ് യു. എനിക്ക് ശരിക്കും അത് പക്ഷെ അല്ലെങ്കിൽ സ്ത്രീകളായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടെന്ന് പറയില്ലേ ഫുൾ മൂൺ ഈ ടൈഡ്സ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ I mean they say this and I don't and scientifically എനിക്കിതിന് ബാക്കിംഗ് ഒന്നുമില്ല, but they say that you know നമ്മുടെ ബോഡിയിലെ വാട്ടർ ബാലൻസ് മാറുന്നോ, you know tides മാറുന്നതിനനുസരിച്ച് it affects our body balance എന്തോ രീതിയിൽ, and we become more emotionally charged, and I have really felt that. I'm not bluffing at all. I've really felt that. Let me check it out. Yes. Adutha prasham ningal when you feel very emotional, do check if it's a full moon. Really? I am not even kidding you.
So sweet to share this. നമ്മളെല്ലാം ട്രൈ ചെയ്യാം ട്ടോ. അല്ല ശരിക്കും നിങ്ങൾ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു ഒരു മൂണായിട്ട് എനിക്ക് എന്തോ ചെറിയൊരു മൂൺ ചൈൽഡ് കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ആദ്യം വന്ന സിനിമ 2009. Yeah, 2009. Yeah. Okay, അതായിരുന്നു I shot in 2008. ഋതുവിന്. ഇപ്പൊ ഞാൻ ആക്ച്വലി നോക്കുമായിരുന്നു. അപ്പം നോട്ട് ഓൺലി എ ഡാൻസർ, പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആക്ടർ, മാർഷ്യൽ ആർട്സ്, അതായത് കളരി, കൊറിയൻ തായ്ക്കൊണ്ടോ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണിപ്പൂരി, അത് മണിപ്പൂരിയാണോ? അപ്പൊ മണിപ്പൂരി ചെയ്തിട്ടുണ്ട്. സോ വാട്ട് വാസ് ദാറ്റ് inside you that to learn so many things and that want was to know that part of my dance training actually. Okay, I was I was very blessed enough to be immediately after my college times I was invited to join this Indian contemporary dance company Bangalore. Okay, appo ende Christ College la cultural team inde choreographer aayirunnu Mayuri, who was the director of this company. Appo she invited me. She said, if you want to take up dance, do come and join my company. And then പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. Okay. Then after college, I kind of at one point എനിക്ക് MBA എന്തായാലും പഠിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇവരെ വിളിച്ചു. അപ്പോൾ at that point, contemporary. I did journalism. Yeah. Okay. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവരെ ജോയിൻ ചെയ്യുന്നത്. And at that point, it was part of their training process. Okay. അപ്പോൾ ആ സമയത്ത് അവിടെ we used to have, ഇപ്പൊ ചാവ്, കഥകളി, എല്ലാ like Indian dance, martial art forms and dance art forms-ൽ നിന്ന് derive ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ നമ്മുടെ contemporary dance യൂസ് ചെയ്തിരുന്നത്. So I was with them for about 4 years. And during that time, I was so lucky. I learned from the best. I traveled around and, I performed at different venues all over the world. It was such a learning experience for me as an artist. Okay, that's so nice. അതുപോലെ തന്നെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം റിയാലിറ്റി ഷോസ് ഒക്കെ എന്ന് പറയുന്നതും. ഇപ്പം എല്ലാവരുടെ ഒരു മൈൻഡ് സെറ്റിലുള്ള കാര്യമല്ല, ശരിക്കും ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അത് വരുള്ളൂ. I want to get something. And തോന്നിയിട്ടില്ലേ? I mean, it's not easy for everyone. Oh, it's not easy. For everyone going in a reality show. Focused എന്ന് മാത്രമല്ല, I think ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. ഇത് നമ്മൾ അങ്ങനെ ഒരു ഫെയർ ആയിട്ടുള്ള ഒരു വേൾഡിലല്ലോ നമ്മൾ ജീവിക്കുന്നത്. സോ I was lucky. ഞാൻ എപ്പോഴും I always say that I was lucky as well. Lucky in the sense that I had like എൻ്റെ അച്ഛനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ വന്നിട്ടുണ്ട്, why don't you try it out? So I don't know എത്ര പാരൻസ് അതിന് ഓക്കെ ആയിരിക്കും, എത്ര പാരൻസ് അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എത്ര പേർക്ക് അത് ഇമ്മീഡിയറ്റ്ലി പോകാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലേ ടാലൻ്റ് ഉണ്ടായിട്ട് കാര്യമുള്ളൂല്ലോ. സോ ഐ തിങ്ക് it's a lot of things that have to come together. It's not just talent and our own willpower എന്ന് തോന്നുന്നു എനിക്ക്. വെരി ട്രൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഗേളിന്റെ ഒരു ലൈഫ് ലൈൻ നോക്കുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ ഇതിന്റെ എല്ലാം പഠിക്കുന്നു, അതിന്റെ കൂടെ തന്നെ റിയാലിറ്റി ഷോയ്ക്ക് പോകുന്നു, ദെൻ യു ആങ്കറിങ് ചെയ്തു, നല്ലൊരു ഷോ ആങ്കറിങ് ചെയ്തു, നന്നായി സക്സസ്ഫുൾ ആയി. അതോടൊപ്പം ഇപ്പൊ 2009 ഇപ്പം ഋതു ഇറങ്ങുന്നു, അതും ഒരു വലിയ ഡയറക്ടറിന്റെ മൂവിയിൽ തന്നെയായിരുന്നു, മൂവിയിലായിരുന്നു. അപ്പൊ 2009 to 2023, if you look at your graph, how is your feeling now? What do you feel? എന്ത് തോന്നുന്നു? I wish I had done see I really do think ഞാൻ ഫുൾ ബ്ലാസ്റ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു സമയത്ത്. And after a point, I think 2013, like I got my state award for 22 female Kottayam and Nidra. അത് കഴിഞ്ഞിട്ടും I was doing movies, but then after my marriage and after ഒരു WCC ഒരു ഇവന്റിന് ശേഷം I think അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു ഐസൊലേഷൻ ഞാൻ ഡെഫിനറ്റ്ലി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കഴിഞ്ഞ 10 yearsൽ എനിക്ക് തോന്നുന്നു ആകെ കൂടി ഞാൻ എന്തോ ഒരു 6 or 7 movies ആണ് ഞാൻ ചെയ്തത്. കൺസിഡറിങ് I was doing back to back films at a point. Back to back films എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ like I would from one set to another, I like അങ്ങനെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു സമയത്തുനിന്ന് ഒരു അങ്ങനെ ഒരു ഷിഫ്റ്റ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ബട്ട് ദെൻ ഇതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ പലരുടെയും ലൈഫിൽ പല രീതിയിൽ അങ്ങനത്തെ സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ടാവും. സെറ്റ് ബാക്സിൽ I mean everybody has gone through ups and downs. But I found it very unfair, because ഈ പറഞ്ഞ പോലെയാണ്, it is not because I didn't have willpower, it is not because I didn't want to work, it was about the factors around you which I couldn't control at that point.
അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു അൺഫെയർനെസ് ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, യുനോ. Because I was this go-getter എപ്പോഴും. എനിക്ക്, you know, I would go, I'll get things done, and I was ready to work hard. I was ready to put in whatever was needed. But in spite of that, when a lot of things didn't happen, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. But അപ്പോഴും I used to try and do my best. ഞാൻ ബിജു സാറിൻ്റെ പടം ചെയ്തിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഞാൻ ക്ലിൻറ്റ് എന്ന് പറഞ്ഞ ഹരികുമാർ സാറിനോട് വർക്ക് ചെയ്തു, ചിറകുടുങ്ങിക്കനാവുകൾ ചെയ്തു, റാണി പത്മിനി ചെയ്തു, വൈറസ് ചെയ്തു. You know, I tried to do whatever interesting work was coming my way. I did Sandoshathane Ondam Rahasyam with Don Palathara, which was a single shot film. So it's a single shot, 80 minutes of single shot film. Because I was reading out about it. Appo adu Doninte oru you know maha manasanam ennu venange parayam, because as a director he had a 1-week camp for us. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ തന്നെ സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കാനും he gave us a lot of space. So he said, this is my situation. You're traveling in a car and this is the situation. I want you to, you know, go free and decide what you want to talk at these points. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. He recorded all of that and he took that back and he worked on the script. And he said, I would want you to speak what you guys have already done in the camp only. അപ്പോൾ അപ്പോഴും അത്രേ ഞങ്ങൾക്ക് അറിയുള്ളൂ. That, you know, he's letting us say whatever we want. പക്ഷേ ഇത് പടം ഇറങ്ങിയതിന് ശേഷമാണ് he has given us dialogue credits എന്ന് എനിക്ക് മനസ്സിലായത്. That was so sweet of him. ഞാനതിങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഒരിടത്ത് ഷീ സോ ഗുഡ്, എന്തൊക്കെയാ ചെയ്യുന്നത്. ബിക്കോസ് ഒരാളെ നമ്മളൊരു ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുന്നവർ നമ്മൾ ഒരാൾ വിചാരിക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിരിക്കും. അങ്ങനെയല്ല, ഓരോ കാര്യത്തിലും വെരി വെരി ഹാർഡ്. അപ്പം ലൈക്ക് യു സെഡ്, ഇപ്പോൾ 2013 വരെ യു ഹാഡ്, ഐ തിങ്ക് ഒരു ഇയർ തന്നെ എനിക്ക് കുറേ പടങ്ങൾ, ഇൻക്ലൂഡിംഗ് തമിഴ് മൂവീസ്. I did one with Bharat long back. തമിഴ് മൂവീസിന്റെ ഒരു അതുമല്ല ഒരു കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു, കുറെ അവാർഡ്സ് കിട്ടിയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പ്രേക്ഷകർ എന്നുള്ള ഭാഗത്താണ് ഞാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കും ആ നടിക്ക് കുറെ സിനിമകൾ വരേണ്ട സമയമാണ്. അപ്പോ so you had those feelings alle kittunnilla, and you know the audience were on our side. No, not at all. What is selective? alla naan choikkunnu karanam ningal selective aayadone namukku select cheyan onnu illengil pinne endonnu select cheyum. nammal sadharana കാണുന്ന ഒരു audience എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത്. No, I totally get that, totally. And you know, the actually audience വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും എന്താ പടം ചെയ്യാത്തെ, എന്താ പടം ചെയ്യാത്തെ. നമ്മൾ വിചാരിക്കും, ഞാനും like, you know, we are also waiting for the kind, you know, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ആരും നമ്മൾ വിളിക്കാതിരിക്കുന്നത് അതെന്താന്ന് നമുക്ക് മനസ്സിലാവില്ല. For a long time I didn't even understand what was happening. But you know, അങ്ങനൊരു is it because of any politics? If you can correct me if I'm wrong. I think yeah, WCC Women of Cinema Collective in the starting, but that was in 2017. That is 2016 ഒക്കെ ആയി. അത് തുടങ്ങിയപ്പോഴാണ് ഈ ഒരു, അല്ല അതിനു മുമ്പ് തന്നെ, I think immediately after I got married, you know, that was a huge shift. അങ്ങനെ എനിക്ക് ഭയങ്കര ഷിഫ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് എൻ്റെ കരിയറിൽ. ലൈക്ക്, യു നോ, ഐ വാസ് റീഡിങ് സ്ക്രിപ്റ്റ്സ് ആഫ്റ്റർ സ്ക്രിപ്റ്റ്സ് അറ്റ് വൺ പോയിന്റ്, ആൻഡ് യു നോ എവറിബഡി ഒരു റെഗുലർ ബേസിസിൽ, യു നോ, ഐ യൂസ് ടു ബി ഡൂയിങ് ഫിൽംസ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ന്യൂ പ്രോജക്ട്സ്. ബട്ട് ഐ തിങ്ക് ദേ റിയലി, ശരിക്കും നമ്മുടെ സൊസൈറ്റിയും ഇൻഡസ്ട്രിയും എല്ലാം നമ്മൾ വേറൊരു രീതിയിലാണ് കാണുക എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. Especially if you're already somebody working in the industry, and you know, and then if you see, for me, my question again is like, you proved it, alle namaloru oral allam kazhinja nikkanathu adilana namakoru sadharana aalkarku thonunnu. Pinna angane undallo, they keep saying, you know, actresses have a shelf life. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ അടുത്ത്. അപ്പൊ, you know, I don't understand what that shelf life is. If you're ready to put in the work, if you're ready to, you know, work, and എനിക്കറിയാലോ what takes. I was here for like 8 years ആ സമയത്ത് 2013. So I know what it takes here, and I was you know, I don't think anybody has a shelf life as long as you have talent and you are ready to, and if roles are written for you and if movies are made for you, I mean, I don't think anybody has a shelf life. I think it's just some, you know, it's a very male centric industry എന്നുള്ളത് കൊണ്ട് മാത്രമാണ്
ഇങ്ങനെയാവുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് കല്യാണം കഴിഞ്ഞാൽ ഒരു ആക്ടേഴ്സിനും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല. കല്യാണം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച പോയിന്റിൽ നിന്ന് വിട്ടുപോയിരുന്നു. പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് തോന്നുന്നു എന്ന് ഞാൻ ചോദിച്ചപ്പോ അത് കണ്ടിന്യൂ വേറെ പൊളിറ്റിക്സ് ഒന്നുമില്ല. പക്ഷേ ഈ WCC എന്നുള്ളത് ഐ തിങ്ക് പീപ്പിൾ വർ നോട്ട് റെഡി ഫോർ വുമൻ. ലൈക്ക് യുനോ ആ സ്ത്രീകൾ ഇതിൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കും എന്ന് ആരും വിചാരിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. ആൻഡ് ഓൾസോ ദാറ്റ് ഇൻസിഡൻറ്റ്, നോ വാട്ട് ഹാപ്പൻ ടു മൈ ഫ്രണ്ട് ഭാവന, ഐ തിങ്ക് ദാറ്റ് കൈൻഡ് ഓഫ് റിയലി ചേഞ്ച്ഡ് everything about the Malayalam film industry in a good way though. As in, she had to go through such a bad time. I think all as women had to go through a very bad time. But I think it is for the better, for a better future, for a better, culture within, working culture within this industry. Okay. So WCC page la njan onna nokkarunnu, since I'm an IT teacher, I mentioned. I got some time to check your website. So so I was looking at the initiatives that you guys are doing. Posh and njan kandu. Adayathu നിങ്ങൾ വർക്ക്ഷോപ്സ് എടുക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതുപോലെ മെമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുക്കുന്നുണ്ട്. സോ ആസ് എ മെയിൻ മെമ്പർ ഓഫ് ദാറ്റ് ഗ്രൂപ്പ്, അത് നിങ്ങൾ എത്രത്തോളം ആ ഒരു 2017, if I'm right, 2017 to 2023, how successful you are in that area, that എത്രത്തോളം വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റി, what all things you could do? So the idea was not to be successful in any way. It was about talking about issues that were never spoken before. Never. I'm talking about 100 years of cinema here, and we have never spoken about this. So we're saying there are issues. We are not saying we'll change it tomorrow. I don't think നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കൾച്ചർ ഓവർനൈറ്റ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊന്നും ഞങ്ങൾ വാദിക്കുന്നില്ല. പക്ഷെ ഇവിടെ ഇഷ്യൂസ് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വി ആർ ട്രൈങ് ടു സീ ഹൗ വി ക്യാൻ ചേഞ്ച് ഇറ്റ്. ഇന്ന് മലയാള സിനിമയിൽ ICs ഉണ്ട്, ഇന്റേണൽ കംപ്ലയിൻറ്റ് സെൽസ് ഉണ്ട്. ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് WCC. ആൻഡ് അത് ഇന്ന് സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും, അതായത് പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സ്, ഫെഫ്ക, പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ, അമ്മ, എല്ലാവരും ഒത്തുചേർന്ന് ഇന്ന് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്പേസിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ. ദാറ്റ് ജേർണി വാസ് നോട്ട് ഈസി. അപ്പോൾ ഇനി എന്ത് സംഭവിച്ചാലും ബോണസാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഇതാണ്, അത് സംഭവിച്ചു കഴിഞ്ഞു ഓൾറെഡി. നമ്മൾ ഇതായിരുന്നു നമ്മുടെ പ്രൈമറി കൺസേൺ. ബിക്കോസ് നമുക്ക് ഇവിടെ ഓരോരോ കേസസ് ഇരുന്ന് നമുക്ക് വി കാൺട്ട് സോൾവ്, ബിക്കോസ് ദാറ്റ് ഇസ് നോട്ട് അവർ ജോബ്. വി ആർ ആർട്ടിസ്റ്റ്. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. പക്ഷെ ഇവിടെ വേറെ ആരും ഇത് ഏറ്റെടുക്കില്ല എന്നുള്ളൊരു അവസരത്തിൽ ഞങ്ങളത് ഏറ്റെടുത്ത് ഞങ്ങൾ നടത്തി കഴിഞ്ഞു. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരും കൂടിയിട്ടാണ്. അത് ഞങ്ങളുടെ മാത്രം തലവേദനയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. സോ എന്താണെങ്കിലും തുടങ്ങാനൊരു ആള് വേണം, അത് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കമ്മിങ് ബാക്ക് ടു യുവർ മൂവീസ്, ടെസ എന്നുള്ള റോൾ, കോട്ടയം, ഞങ്ങൾ കോട്ടയംകാരികളെ, എന്റെ ഭർത്താവിനും ഇവിടെ നല്ല രീതിയിൽ ട്രോളുന്നതാണ്, ഞാൻ വളരെ കൺട്രോൾ ചെയ്താണ്. അപ്പൊ എന്നെ അന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇപ്പൊ ഞാനാണെങ്കിൽ കുറച്ചൊരു ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നെങ്കിലും കോട്ടയം തന്നെ വരും. അല്ല, നമ്മളെ കളിയാക്കുന്നത് അങ്ങനെയാണ്, 22 കോട്ടയം ആ ലെവലാണോന്ന്. അപ്പൊ ആ ചെസ്സ എന്നുള്ള ക്യാരക്ടർ ഞങ്ങൾ കോട്ടയംകാരികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു, അങ്ങനെ ബോൾഡായിട്ടുള്ള പെണ്ണുങ്ങളാണെന്ന് പറയാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു. അപ്പൊ ചെസ്സ എന്നുള്ള ക്യാരക്ടറും അത് റീമേക്ക് കണ്ടിട്ട് ആഷിഖ് ചെയ്താണോ എന്ന് ഞാനൊന്ന് ചോദിക്കുകയാണ്. ആണോ? ആ സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നതൊക്കെ. അപ്പം ചിലപ്പോൾ ആയിരിക്കും കേട്ടോ, അത് കണ്ടിട്ടല്ല. പക്ഷെ അങ്ങനെ സ്ക്രിപ്റ്റ് വന്ന സമയത്ത് he was like, okay ആണല്ലോ, ഇങ്ങനെ നോക്കി നമുക്ക് എടുക്കാം. പക്ഷേ ഏകദേശം സെയിം മോഡൽ ഇഷ്ടമുള്ള സമയമാണോ? ഇല്ല, we had just met around that time. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ആയിരിക്കും, അതായിരിക്കും ഓക്കെ എന്ന് പറഞ്ഞു. അത് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യും എന്ന് തോന്നിക്കാണും. അപ്പൊ ടെസ എന്നുള്ള കഥാപാത്രം ചെയ്യുമ്പോഴും അത് ചെയ്ത് കഴിഞ്ഞിട്ടും എത്രത്തോളം റീമ അതിലുണ്ടെന്ന് ഫീൽ ചെയ്തു? How you can connect Tessa and Rima? There's a lot of me in her, as in not me as in me. അതെപ്പോഴും ഞാൻ ഇപ്പൊ ഭാർഗവിയിലും ഞാനല്ലല്ലോ. ഐ തിങ്ക് അതൊരു
ആ ഫെമിനൈൻ എസൻസ് ആണെന്നാണ് എവിടെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്നെ പോലെ ഒരു ക്യാരക്ടർ ആയിരുന്നിരിക്കാം. അതല്ലേ, അതാ ഞാൻ പറയുന്നത്. അത് എനിക്ക് മാത്രല്ല, ഇത് ഈ സിനിമ കാണുന്ന എല്ലാ സ്ത്രീകൾക്കും അത് തോന്നുന്ന ഞാൻ പറയണേ. അത് ഭാർഗവിയെ കണ്ടാലും തോന്നുന്ന ആ കണക്ഷൻ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് ആസ് എൻ ആർട്ടിസ്റ്റ് എനിക്ക് എന്റെ ഏറ്റവും വലിയ ചാലഞ്ച്. ടെസയില് ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റി. ശരിക്കും റീമ നോക്കുമ്പോൾ ടെസയാണോ? അതെ, അത് അങ്ങനെ തോന്നിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ. if I have been able to do that even 1%, I feel quite blessed. അങ്ങനെയുള്ള പെൺകുട്ടികൾ വേണമെന്ന് തോന്നിയിട്ടുണ്ട് ഇനിയുള്ള കാലത്ത്. ഒത്തിരി പേര് അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കുന്ന പെൺകുട്ടികളുണ്ട്. So I think we have to be smart and we have to be aware. But we have to be kind. എനിക്കിത് എന്താ പറയുക, എനിക്ക് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, ബോൾഡ് സ്റ്റീരിയോ ടൈപ്പ്, ഞാനിപ്പോൾ അടുത്ത് പോലും ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. നമ്മൾ ബോൾഡ് ആവേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ജീവിക്കുന്ന സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബോൾഡ് ആവുകയാണോ വേണ്ടത്, സറൗണ്ടിങ്സ് ചേഞ്ച് ആവുകയാണോ വേണ്ടത് എന്നുള്ള ചോദ്യത്തിലാണ് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത്. ബിക്കോസ് there was this whole, ഇപ്പം നമ്മൾ March 8th വുമൻസ് ഡേക്ക് നമുക്ക് എല്ലാവരും മറ്റേ സെൽഫ് ഡിഫെൻസ് ക്ലാസ്, പക്ഷെ എനിക്ക് സെൽഫ് ഡിഫെൻസ് മനസ്സിലായിട്ടില്ല. അതായത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്തോ എന്നുള്ളൊരു അവസ്ഥയാണല്ലോ. അതല്ലല്ലോ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. നമ്മൾ ആണുങ്ങൾക്ക് എടുത്ത് ക്ലാസ്, അവർക്ക് തെറപ്പി കൊടുത്തിട്ട് വയലൻസ് അല്ല ഇതിന് ഒന്നിനുമുള്ള ഉത്തരം എന്ന് നമ്മൾ ആ ചേഞ്ച് അല്ലേ നമ്മൾ വരുത്തേണ്ടത്. നമ്മൾ ബോൾഡ് ആവുകയാണോ വേണ്ടത് എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ചിനുള്ള സമയമായി തോന്നുന്നു എനിക്ക്. rather than telling women to become bold, let's try and tell our men to become more kind and more considerate. വെരി ട്രൂ, വെരി ട്രൂ. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പൊ റീമ ചെയ്ത ചില ക്യാരക്ടേഴ്സിന്റെ പേരുകളാണ് ഞാനിപ്പോ റീമയെ വിളിച്ചത്, ടെസ ആയിട്ടും ഭാർഗവി ആയിട്ടും ഒക്കെ. അപ്പൊ റാണി പത്മിനിയിലെ ആ ക്യാരക്ടർ ഒക്കെ ആയിട്ട് എനിക്ക് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് എനിക്കൊന്ന് കൂടുതൽ കണക്റ്റഡ് ആവുന്നത്. സോ അപ്പൊ നമ്മൾ ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. സോ നമ്മളുടെ മലയാളം സിനിമയിൽ ഇപ്പൊ ഉർവശി ചേച്ചി ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ശോഭന ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ, നമ്മൾക്കൊക്കെ എന്താ പറയാ, ഇപ്പം മണിച്ചിത്രത്താഴിലെ ക്യാരക്ടേഴ്സ് ഗംഗയൊക്കെ, അപ്പം അങ്ങനെ കുറെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിൽ ആരെങ്കിലും ആയിട്ട് അഭിനയിക്കാൻ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഒരുപാട് അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ടേ പോകും. കുറച്ചധികം പറയാനുണ്ട് എനിക്ക്. പക്ഷെ എനിക്ക് ഉർവശി ചേച്ചി ചെയ്ത കോമഡി മൂവീസ് ഉണ്ടല്ലോ, അത് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നില്ലേ വലുതായിട്ട്? ഞാൻ സക്കറിയുടെ ഗർഭിണികളിൽ ചെയ്തിട്ടുണ്ട്, റാണി പത്മിനിയിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ യാത്രയിലൊക്കെ അതൊക്കെ ഉള്ളത്. പക്ഷെ എനിക്കൊരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി എന്ന് പറയാൻ ഞാൻ ചെയ്തിട്ടില്ല. ഉർവശി ചേച്ചി അത് ഭയങ്കര വൈറലായിട്ട് ഒരു റീൽ ഉണ്ട്. ഉർവശി ചേച്ചി ഒരു ലവ് ലെറ്റർ കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ചൊന്നുമില്ല, പിന്നെ ഞാൻ ഒന്ന് വാങ്ങിച്ചു പോയി, പിന്നെ ഇപ്പൊ നമുക്ക് അറിയണല്ലോ അതിന്റെ ഉള്ളിൽ ആ ഒരു സീൻ മതി. അതും പിന്നെ മൈക്കിൾ മദന കാമരാജനില് കമൽഹാസന്റെ കൂടെ ഒരു പട്ടത്തിയായിട്ട് സുന്ദരി സുന്ദരൻ ഞാനും ആ പാട്ട്, അത് മൈക്കിൾ മദന കാമരാജനിലാണ്. അതിൽ അവര് അസാധ്യം എന്ന് പറഞ്ഞാണല്ലോ. എനിക്ക് ഉർവശി ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് I'm a die hard fan of hers. ഇത്രയും ഉർവശി ചേച്ചി ചിലപ്പോ വിചാരിക്കും ഇത്രയും ഒക്കെ കാണുമ്പോ ഒക്കെ പറയും ഞാൻ, ഓരോ പ്രാവശ്യം കാണുമ്പോ ഓരോ പ്രാവശ്യം. ഇപ്പൊ ഞാൻ ആലോചിക്കാണ് അവരുടെ കരിയറിന്റെ ഒരു ഏകദേശം എൻഡ്, അതായത് അവർ കത്തി നിൽക്കുന്ന, I wish her career never ends. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ ഇൻഡസ്ട്രിയിലും ഈ ലോകത്തിലും she also didn't have roles. ഇന്ന് നമ്മൾ ഉർവശിയുടെ പൊട്ടൻഷ്യൽ ഫുള്ളി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. പക്ഷെ ഞാൻ പറയണേ when she was quite mature, like ഒരു 14-15 years into the industry, at the fag end of her career, അവര് ഭാര്യ എന്ന് പറഞ്ഞ സിനിമ ജഗദീഷ് ചേട്ടന്റെ കൂടെ അവര് ഭാര്യയും സ്ത്രീധനവും. ഇതിൽ ഇവര് ഒരെണ്ണത്തില് ഷീസ് ദിസ് പാവം വൈഫ്, മറ്റേതില് ഷീസ് ദിസ് വെരി, അതൊരു 2 കൊല്ലത്തിന്റെ സ്പാനിലാണ് അവർ ചെയ്തിട്ടുള്ളത്. രണ്ട് ഇപ്പൊ നിങ്ങൾ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ചെറിയ റോളാണ്, പക്ഷെ നമുക്ക് ഒരു വിശേഷം യോധ, ആ 2 സീൻ നമുക്ക് മറക്കാൻ പറ്റുമോ ജഗദീഷ് ചേട്ടന്റെ കൂടെ?
എനിക്കിപ്പോ പേരുകൾ വരുന്നില്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും രീതിയിൽ ഞാൻ ആസ് എൻ ആർട്ടിസ്റ്റ് സ്റ്റക്ക് ആണെങ്കിൽ ഞാൻ ഒരു ചേച്ചിയുടെ സീൻസ് എടുത്ത് കാണുക ചെയ്യാം. ഇറ്റ് റിയലി ഹെൽപ്സ്. What I understood is, I think ഒരു ആർട്ടിസ്റ്റ് ഇൻ യു ഇസ് ലൈക്ക് എന്താ പറയുന്നത്, വളരെ നല്ല നല്ല കാര്യങ്ങൾ കാണാനും അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ആവാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഡെഫിനറ്റ്ലി അതാണ് മൾട്ടി ടാസ്കിങ്ങിന്റെ ഒരു റീസണും. നമുക്ക് നമ്മൾ ഒരു ഡൈമെൻഷൻ മാത്രമല്ലല്ലോ നമുക്കുള്ളത്. ആസ് എ ഹ്യൂമൻ ബീയിങ് ആണെങ്കിലും നമുക്ക് പല സൈഡ്സ് ഉണ്ടല്ലോ. നമുക്ക് ഭയങ്കര സങ്കടം വരുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് സന്തോഷിക്കുന്ന കാര്യം, നമ്മുടെ എല്ലാ ഫെസറ്റ്സും നല്ല എല്ലാ ഇമോഷൻസിലൂടെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. ആസ് എൻ ആർട്ടിസ്റ്റ് ഓൾസോ യു വോണ്ട് ടു ഡു ദാറ്റ്, നോ? നമ്മുടെ എല്ലാ നുവാൻസസിലേക്കും നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണല്ലോ അതിന്റെ പൂർണ്ണത. അതിലേക്കാണല്ലോ നമ്മൾ ആസ്പയർ ചെയ്യുന്നത്. അറിയണം അല്ലേ എല്ലാവർക്കും. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഉർവശി ചേച്ചിയുടെ കാര്യം പറഞ്ഞു. Then you were talking about the time period from 2009 to 2023. You mentioned about the marriage fact, right? After marriage and before marriage. Even ഇപ്പൊ വേറൊരു ആക്ട്രസ്, ഇപ്പൊ ഉർവശി ചേച്ചി തന്നെ എക്സാമ്പിൾ എടുക്കാം. When she was in her കുറച്ച് നല്ല ആദ്യത്തെ കല്യാണ സമയത്തിന് എടുക്കുവാണെങ്കിൽ, then we can see a big difference. ആ ഒരു ഡിപ്പ് എവിടെ സംഭവിച്ചു, like you said. So എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്ത്, ഇപ്പൊ ഈ പറയുന്ന ഈ വരുന്ന പുതിയ സിനിമാ നടികളൊക്കെ വരുന്ന ചെറിയ കുട്ടികളൊക്കെ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ അവരെയൊക്കെ ഒരു ഷെൽഫിലേക്ക് ആക്കാൻ ചാൻസ് ഉണ്ട്. സോ what do you think, what is your I think the industry and the society needs to change. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മൾ സെൽഫ് ഡിഫെൻസ് പഠിക്കുന്നതിനേക്കാളും. You think that they will change? I think, we'll have to keep talking about it. We'll have to keep telling them that, അതുകൊണ്ടാണല്ലോ ഇത്രയും കാലമായിട്ട് ഈ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് പറയാൻ പറ്റില്ലായിരുന്നു ഇത്രയും കാലം. ഇന്നത് പറയാനും അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനും ഒക്കെ സ്ത്രീകൾക്ക് തന്നെ എന്താ പറയാ പവറുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അത് എന്തോ ഞങ്ങളുടെ മാത്രം ആവശ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. നമ്മുടെ മാത്രം ആവശ്യമാണ്, അല്ലാണ്ട് ഇൻഡസ്ട്രിയുടെ ആവശ്യമല്ല. പക്ഷെ ഇൻഡസ്ട്രിക്ക് വേറെ രീതിയിൽ അതിന്റെ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഇപ്പോൾ കോവിഡ് സമയത്ത് ഇൻഡസ്ട്രി പ്രതിസന്ധിയിലായി. അതെല്ലാവരുടെയും പ്രശ്നമാണ്, ബിക്കോസ് അത് എല്ലാവരും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്ത്രീകളുടെ സേഫ്റ്റി ഞങ്ങളുടെ മാത്രം പ്രശ്നമാണ്, അത് ഈ സൊസൈറ്റിയുടെ പ്രശ്നമല്ല എന്ന് കാണുന്ന പോലെ തന്നെയാണ് നമുക്ക് ഈ സ്ത്രീകൾ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളുടെ സിനിമകൾ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നില്ല, അവരുടെ കഥകൾ ഇവിടെ പറയുന്നില്ല എന്നുള്ളത് സൊസൈറ്റിയും ഈ ലോകവും സ്ത്രീകളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണല്ലോ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ അമ്മമാരുടെ കഥകൾ ഇമ്പോർട്ടന്റ് അല്ലാതാവുന്നത് എന്തുകൊണ്ടാ? അത് പറയാൻ ആരും ഇല്ല. എന്തുകൊണ്ടാ അത്? അപ്പൊ നമുക്ക് അതിന് വാല്യൂ ഇല്ലാണ്ടാ. അപ്പൊ എനിക്ക് തോന്നുന്നു സ്ത്രീകളിൽ നിന്ന്, നിങ്ങളുടെ ഇടയിൽ നിന്നുള്ള ഡയറക്ടേഴ്സ് വരണം, അല്ലെങ്കിൽ അതുപോലത്തെ കഥകള് നിങ്ങൾ തന്നെ. അത് ഞാൻ പറഞ്ഞേ, ഇത് നമ്മുടെ മാത്രം ആവശ്യമാവണല്ലോ. അപ്പോഴും എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സ്ത്രീകൾ തന്നെ സ്ത്രീകൾ. ഇപ്പൊ എനിക്ക് തോന്നുന്നു, ലൈക്ക് യു സെഡ് 100 years of സിനിമയില് എത്ര സ്ത്രീകളുണ്ട് ഡയറക്ടേഴ്സ്? ഇതിപ്പോ ഓവർനൈറ്റ് ഇത് 50-50 ആവാൻ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. സോ I don't think that is the solution to it. That women നിങ്ങൾ തന്നെ ചെയ്തോ, നിങ്ങൾ തന്നെ അങ്ങനെ. ഇത് ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ടേക്ക് നമ്മൾ വളരുന്നത്. You have a son, no? How will you bring up your son? ഡെഫിനറ്റ്ലി ഞാൻ അവന് ഒരു എന്താ പറയാ ഈക്വൽ ആയിട്ട് അമ്മ ഇപ്പൊ അവന് കാണുന്നത് എന്താണ്, അമ്മ ഒരു ടീച്ചറാണ്, അമ്മ ഒരു ആങ്കറിങ് ചെയ്യുന്നു, അമ്മ മോഡലിംഗ് ചെയ്യുന്നു, അമ്മ ആഡ്സ് അഭിനയിക്കുന്നു. എനിക്ക് ഉറപ്പാണ് അവന്റെ വൈഫായിട്ട് വന്ന ഒരാളും ഇതൊക്കെ ചെയ്താൽ അവൻ സ്റ്റോപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഹി ഹാവ് സീൻ മീ വർക്കിംഗ്, ബിക്കോസ് മൈ ഹസ്ബൻഡ് ഇസ് ലെറ്റിംഗ് മീ ഡു. പക്ഷെ ഈ ലെറ്റിംഗ് മീ എന്നുള്ള സംഭവം തന്നെ കുറച്ച് കഴിഞ്ഞാൽ മാറുന്നു തോന്നുന്നു എനിക്ക്. Because I have a feeling your daughter was not going to wait for anybody to let her do anything. I think she'll go ahead and do what she wants. I got your point. So like you are a producer, alle? Aashiq Abu and Rima Kallingal, ningal ഒരുമിച്ചുള്ള ഒരു. Let me just clarify, it's Aashiq's production company. ഞാൻ ആഷിഖിന്റെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. പ്രൊഡ്യൂസേഴ്സിന് ഒരു പേര് ഉണ്ട്. Yeah, but so you get that equal no, it is Aashiq's company. I'm there, I contribute, but it's Aashiq's company. Yeah, I make that very clear everywhere. It is his vision that we are all working on. So I got that point again. So നമ്മൾ ഇപ്പോൾ ഒരു കറന്റ് ആയിട്ട് അത് ചോദിക്കുന്ന കാരണം പ്രൊഡ്യൂസേഴ്സ് ആണ് ഇപ്പോൾ ഒരു കംപ്ലൈന്റ് ആയിട്ട് വന്നിരിക്കുന്നത് about this ലഹരി കേസ് and all. Yeah. So അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ നിങ്ങളും ഒരു പ്രൊഡക്ഷൻ കമ്പനി ഒക്കെ ഉള്ളതാണ്.
ഇപ്പൊ ഇങ്ങനെയുള്ള കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടോ? ഹൗ യു ഗൈസ് ആർ ഗോയിങ് ടു ടേക്ക് ദിസ് അപ്പ് ആൻഡ് യു നോ അത് കാരണം നമ്മളുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ ഇപ്പൊ നമ്മുടെ സ്ത്രീകൾ അവിടെ ഉണ്ട്. എല്ലാ ജെൻഡേഴ്സും ഉണ്ട്, ഈവൻ ട്രാൻസ്ജെൻഡേഴ്സ്, എവരിവൺ. അപ്പോൾ ഒരാളൊരു ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് നോ വാട്ട് യുവർ I think professionalism is 100% required. ഓക്കെ, നമ്മൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്കെന്നല്ല, ഞാനൊരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ പോലും ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഓരോ സിനിമയും സംഭവിക്കുന്നത്. അത് അതിൻ്റെ ക്യാപിറ്റൽ വശം. അതല്ലാതെ തന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമ ആർട്ടിസ്റ്റ് ആവാൻ കഴിയുക, ഒരു ആർട്ടിസ്റ്റ് ആവാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഒരു 10, 100, 150 പേര് ചേർന്ന് ഒരു സിനിമ ഉണ്ടായി അത് റിലീസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഈ പ്രോസസ്സ് എനിക്ക് പലപ്പോഴും ഒരു മിറക്കിൾ പോലെ തോന്നിയിട്ടുണ്ട്. സംഭവിച്ചു, ഫസ്റ്റ് ഡേ ഓക്കെ, സക്സസ്. ഐ മീൻ അത്രയും ചാലഞ്ചസിലൂടെ കടന്നുപോയിട്ടാണ് ഒരു സിനിമ സംഭവിക്കുന്നത്. അത് അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു മീഡിയമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. There is so much at stake. There is so much at stake. There is so much you can do with this. I would want people to be professional. I think നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടാവാം. നമുക്ക് എല്ലാവർക്കും പല രീതിയിൽ നമ്മൾ റിലാക്സ് ചെയ്യുന്നതും പാർട്ടി ചെയ്യുന്നതും അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിന് ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷെ വെൻ യു കം ഫോർ വർക്ക്, ലഹരി ഉപയോഗിക്കുന്നതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അത് നിങ്ങൾ ഇല്ലീഗൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾ ഈ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ലീഗൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ഉപയോഗിക്കാൻ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ. നിങ്ങൾ ജോലി എടുക്കാൻ വരുമ്പോൾ I think it is so many people's sweat, it's so many people's money, it's so many people's energy, time. I think you should respect that. അത് ആരാണെങ്കിലും you should respect that. സോ ഞങ്ങൾക്ക് തന്ന ടെസ്സ പോലെയും അതുപോലെ തന്നെ പ്രാണി പത്മിയിലെ ക്യാരക്ടർ പോലെയും ഭാർഗവി പോലെയും ഉള്ള പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ഞങ്ങൾക്ക് ഇത് ഈ ഒരു ഭാർഗവി നിലയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ calls വരുന്നുണ്ടോ? You're getting more opportunities? Yes, I'm immediately doing a series for Hotstar. അതൊരു ഡാൻസറിന്റെ റോളാണ് അഗൈൻ. ബട്ട് ഇന്നത്തെ കാലത്തുള്ള ഒരു സ്ട്രഗ്ലിംഗ്, ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ആൻഡ് ഐ തിങ്ക് I'll get to do a little bit of comedy in it also. Looking forward to it. Yeah. You are going to do comedy. I know. I mean, ഞാനും അതൊരു ചാലഞ്ച് ആയിട്ട് എടുക്കുന്നു. ബിക്കോസ് എനിക്ക് ഇതാണ് എനിക്കിഷ്ടം. How will she do comedy എന്നൊരാൾ വിചാരിച്ചിരിക്കുമ്പോൾ അത് എങ്ങനെയാണൊക്കെ ക്യാരക്ടേഴ്സിലൊക്കെ വേറൊരു ഇപ്പം ഒരു പ്രേത ലുക്ക് വൈറ്റ് ആണ് കുറച്ച്. അതുകൊണ്ട് ഞാനും പോയി ഒരു താങ്ക് യു ഫോർ ദി എഫർട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇനിയും നല്ല നല്ല സിനിമകൾ തരുക. You don't have to prove anyone anymore. You're already there. Just ഇഷ്ടം പോലെ ചെയ്യാ. ഷെൽഫ് ഒന്നും ഇല്ല ഷെൽഫ് ഒക്കെ നമ്മൾ പൊളിച്ചളയും. നമ്മൾ ഇനിയുള്ള സിനിമകളിലേക്ക് ഞങ്ങളുടെ UBL പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. അതല്ലാതെ നിങ്ങളെല്ലാവരും നിലവിളിച്ചം കണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല മൂവീസിനെ എന്നും എനിക്ക് തോന്നുന്നു ദുബായ് പ്രേക്ഷകർ, എനിക്ക് എന്നും തോന്നിയിട്ടുണ്ട് സിനിമയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വിഭാഗം ശരിക്കും ദുബായ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ തിയേറ്ററിൽ പോയി, ഇന്നും OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ പോയി സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ക്രൗഡ് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. We thank you for that. The industry is, we love you people. Please do continue supporting us and keep giving us your strong feedbacks. അതിനനുസരിച്ച് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് റീമ. ഇനി ഒരു ഓസ്കാർ മിഷേൽ ഒക്കെ വാങ്ങിച്ചതുപോലെ ഞാൻ കേട്ടിരുന്നു. അങ്ങോട്ട് പോവാം നമുക്ക്. ഓസ്കാർ കൊണ്ട് വെക്കാൻ ഇടയാവട്ടെ. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നിങ്ങൾ നാവ് പൊന്നാവട്ടെ. ആണ്.